ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാന അപകടത്തിൽ 241 പേരാണ് മരിച്ചത്. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയും ഈ മരിച്ചവരിൽ പെടുന്നു. വിജയ് രൂപാനിയെപ്പോലെ ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ എന്നിവരൊക്കെ പലരും വിമാനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൽ മരിച്ച പ്രമുഖരായ ഇന്ത്യയുടെ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഒടുവിൽ 2021 ഡിസംബർ 8 ഇന്ത്യയുടെ സംയുക്ത സൈന്യ മേധാവിയായ ബിപിൻ റാവത്ത് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ 13 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് കുനൂരിൽ വെച്ചാണ് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത്. ബിപിൻ റാവത്തിൻ്റെ ഭാര്യ മധുലിക റാവത്തും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാണ് നേരത്തെ കരസേനാ മേധാവിയൊക്കെ ആയിരുന്ന ബിപിൻ റാവത്ത്. വിജയ് രൂപാനിക്ക് മുമ്പേ മറ്റൊരു മുഖ്യമന്ത്രിയും അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡു ആയിരുന്നു നേരത്തെ വിമാനാപകടത്തിൽ മരിച്ചത്. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കാമെങ് ജില്ലയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിലാണ് ദോർജി ഖണ്ഡു കൊല്ലപ്പെട്ടത്. 2011 മെയ് 4 യൂറോകോപ്റ്റർ B8 ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത്. കെയില കുന്നുകളിൽ നിന്നാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. വളരെ താഴേക്കടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവായിരുന്നു ദോർജി ഖണ്ഡു. 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ സൈനികനായി പങ്കെടുത്ത അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീടാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതും മുഖ്യമന്ത്രിയാവുന്നതും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡി മരിക്കുന്നത് 2009 ആന്ധ്രയിലെ നല്ലമല ഹിൽസിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിലാണ് രാജശേഖർ റെഡ്ഡി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും പിന്നീട് മുഖ്യമന്ത്രിയായി. ഇന്ത്യയുടെ 12ാം ലോക്സഭാ സ്പീക്കറായിരിക്കെയാണ് തെലുഗുദേശം പാർട്ടി നേതാവായിരുന്ന GMC ബാലയോഗി വിമാനാപകടത്തിൽ മരിക്കുന്നത്. 2002 മാർച്ച് 3 ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടം. ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗി ഇപ്പോൾ MP ആണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയ പാർലമെൻ്ററി സംഘത്തിലും ഹരീഷ് ബാലയോഗി ഉണ്ടായിരുന്നു. വിമാനാപകടത്തിൽ മരിച്ച മറ്റൊരു പ്രമുഖ നേതാവ് മാധവറാവു സിന്ധ്യയാണ്. 2001 ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിലെ ബൊഗാവോൺ എന്ന സ്ഥലത്ത് നടന്ന വിമാനാപകടത്തിൽ മരിക്കുന്നത്. കോൺപൂരിലേക്കുള്ള ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു മാധവറാവു സിന്ധ്യയുടെ യാത്ര. കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഹിമാചൽ പ്രദേശിലെ ഗവർണറായിരുന്ന സുരേന്ദ്രനാഥ് ആണ് അപകടത്തിൽ മരിച്ച മറ്റൊരു പ്രമുഖ വ്യക്തി. അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഹിമാചൽ പ്രദേശിൻ്റെ അഡീഷണൽ ചുമതലയുള്ള പഞ്ചാബ് ഗവർണറായിരുന്നു. ഹിമാചൽ പ്രദേശ് കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്നു നേരത്തെ അദ്ദേഹം. 1994 ജൂലൈ 9 അപകടം നടക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അഡീഷണൽ ചാർജ് ഏറ്റെടുത്തത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള തിരിച്ചുവരവ് എന്നായിരുന്നു. പക്ഷേ ഒടുവിൽ ഹിമാചലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു. വിമാനാപകടത്തിൽ മരിച്ച മറ്റൊരു പ്രമുഖൻ സഞ്ജയ് ഗാന്ധിയാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ, പിന്നീട് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഇളയ സഹോദരൻ. 1980 വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ആ വിമാനം ഓടിച്ചിരുന്നത് സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പൈലറ്റായിരുന്നു. സ്വന്തമായ പിറ്റ്സ് SA വിമാനം പറത്തുമ്പോഴാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയും ഒരു പൈലറ്റായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വന്ന നടി സൗന്ദര്യയും ഒരു വിമാനാപകടത്തിലാണ് മരിക്കുന്നത്. 2004 പ്രമുഖ തെലുഗു നടിയായ സൗന്ദര്യ വിമാനാപകടത്തിൽ മരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് 32 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനിടയിലാണ് അവർ മരിച്ചത്. ബാംഗ്ലൂരിലെ ജാക്കൂർ എയർ സ്ട്രിപ്പിൽ നിന്ന് കരീംനഗറിലേക്ക് പറക്കുകയായിരുന്ന അവരുടെ വിമാനം 11:05 ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിനുള്ളിലാണ് അപകടം നടന്നത്. വിമാനയാത്രയിലല്ലെങ്കിലും വിമാനാപകടത്തിൽ മരിച്ചയാളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ജയൻ. 1981 ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരിച്ചത്. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ജയൻ മരിച്ചത്. വിമാനാപകടത്തിലും ദുരൂഹത ഉണ്ടായ മരണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ത്യാഗോജലമായ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റേത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി ജപ്പാനിലും ബർമയിലുമൊക്കെ ഓടി നടന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1945 ആഗസ്റ്റ് 18
ജപ്പാനിലെ ഫോർമോസയിൽ നിന്ന് തായ്വാനിലെ തായ്പേയിലേക്കുള്ള യാത്രാമധ്യേ സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച ബോംബർ വിമാനം തകർന്ന് അദ്ദേഹം മരിച്ചു എന്നാണ് നിഗമനം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അനുയായികളും ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല.